ഹേയ്, നിന്നെ ആരോ പിടിച്ച് വെക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ? മനസ്സിൽ ഉദ്ദേശിച്ച കാര്യവും ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കണില്ല. വളരെയേറെ പ്രയാസങ്ങളാണ്. എങ്ങനെ നോക്കിയാലും ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. പ്രയാസങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ട് അനക്ക് എൻ്റെ ജീവിതം ഒന്നുമല്ലാത്ത പോലെ ആയി തോന്നുന്നുണ്ടല്ലേ? എന്നാലും നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ളൊരു പ്രചോദനം എന്താണെന്നറിയോ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കാരണം നിന്റെ കയ്യിലൊന്നുമില്ല. നീ ചോദിച്ച് ഒരുപാട് പടച്ചോനോട് ചോദിച്ച്, എന്നിട്ടും പടച്ചോ നിനക്കൊന്നും തന്നില്ല. എന്നാലും നീ അൽഹംദുലില്ലാ പറയണം. ഇനി അതല്ല, നീ ചോദിച്ചതിൽ അധികം പടച്ചോ നിനക്ക് തന്ന്, നിന്റെ കൈ നിറയെ, നിന്റെ വീട് നിറയെ, നിന്റെ മനസ്സ് നിറയെ പടച്ചോ നിനക്ക് തന്ന്, എന്നാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കാരണം നമ്മുടെ ജീവിതം കൊതിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. എന്നിട്ടും നമുക്ക് പടച്ചോൻ തരുന്ന കാര്യങ്ങൾ നമുക്കൊന്നുമല്ലാത്ത രീതിയിലായി മാറുകയാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ ആലോചിക്കുക, പടച്ചോന് ഇന്ന് ഇത്ര പ്രയാസത്തിലും പരീക്ഷണങ്ങളും തന്നിട്ട് ഇനി ഇങ്ങനെ താഴ്ത്തുന്നുണ്ടെങ്കിൽ പടച്ചോനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പടച്ചോനക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെ. അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞൊരു കാര്യം നീ ഓർക്കുന്നുണ്ടാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾക്ക് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കും. അതാണ് പടച്ചോന് നിനക്ക് പരീക്ഷണങ്ങളും നിനക്ക് ബുദ്ധിമുട്ടുകളും നിനക്ക് പ്രയാസങ്ങളും പടച്ചോൻ തരും. പക്ഷെ നീ തളരരുത് കേട്ടോ. നീ ഒരിക്കലും തളരാൻ പാടില്ല. പടച്ചോനക്ക് എന്നെ അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് എനിക്ക് ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പടച്ചോൻ ഇങ്ങനെ വീണ്ടും 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 തരുന്നത്. പ്രയാസങ്ങളായാലും ശരി, ബുദ്ധിമുട്ടുകളായാലും ശരി, സന്തോഷമായാലും ശരി, അൽഹംദുലില്ലാ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.